അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാവും. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മുറാദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം 3 പ്രാവശ്യം ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 4 അടയാളങ്ങളെ കുറിച്ചാണ്. ഈ 4 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവനൊരു സത്യവിശ്വാസിയാണ്, അവനൊരു മുഅ്മിനാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങളെന്നും വിശദമായി നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത്, ഒരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതി നമ്മളെ നെഞ്ഞത്തേക്ക് ഊതിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മളെ 2 കൈയിലേക്ക് മന്ത്രിച്ചോതി നമ്മളെ മുഖം തടവിയാൽ, നമ്മളെ ശരീരം തടവിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ജോലി ശരിയാകുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ്, ഉസ്താദെ മക്കളെ ഞങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു, ഡിഗ്രി പഠിച്ചു, MBBS പഠിപ്പിച്ചു, ഡോക്ടറേറ്റിന് പഠിപ്പിച്ചു, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചു, വക്കീലാകാൻ പഠിപ്പിച്ചു, ടീച്ചറാകാൻ പഠിപ്പിച്ചു, വലിയ വലിയ അക്കൗണ്ടന്റ് ആകാൻ പഠിപ്പിച്ചു, ജോലി ശരിയായിട്ടില്ല ഇതുവരെ. എത്ര രൂപയാണ്, ലക്ഷങ്ങൾ ഞങ്ങൾ മുടക്കിയിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്, ഇതുവരെ ജോലി ശരിയായിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഒരുപാട് ഇന്റർവ്യൂവിൽ ഞങ്ങൾ മക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ അവർ വിളിക്കാന്ന് പറയും, പിന്നെ വിളിക്കണില്ല. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ പറയാൻ പോകുന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതി നമ്മളെ നെഞ്ഞിലേക്ക് മന്ത്രിച്ചൂതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ജോലിയുടെ ആവശ്യത്തിനാണോ നമ്മൾ പോകുന്നതെങ്കിൽ ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു നൽകുകയാണ്. എന്താഗ്രഹമാണോ നമ്മൾ മനസ്സിൽ വെക്കുന്നത് ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരികയാണ്. ഏത് ജോലിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ജോലി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. അതിന് കഴിവുള്ള ഒരു സൂറത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. പഠിച്ച ജോലിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ജോലിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സം ഒരുപാട് ആളുകളുടെ പ്രശ്നവും പരാതിയാണ്, ഒരുപാട് ഉമ്മമാരുടെ പരാതിയാണ്. ഇതിനുള്ള പല വഴികളും നമ്മളെ മജ്ലിസിൽ പല പ്രാവശ്യങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു വഴിയാണ്. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഏത് വഴി കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയാൻ കഴിയൂല. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 30 വയസ്സായിട്ടും വിവാഹം ശരിയാകാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പങ്ങന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, 6 കൊല്ലവും 7 കൊല്ലൊക്കെ വിവാഹം അന്വേഷിച്ചിട്ട് ശരിയാകാത്ത സഹോദരിമാരുണ്ടെന്ന് പറയുന്നു. വളല്ലാത്ത സങ്കടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ വിവാഹ തടസ്സങ്ങളും നീക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും നല്ല ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മളെ മക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, വിവാഹം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയാപ്പുള്ള വീട്ടിലേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ റാഹത്ത് ഉണ്ടാവാന് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ വിവാഹം ശരിയാവണോ ഈ പറയാൻ പോകുന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതി വിവാഹാലോചനക്ക് പോവുക, വിവാഹം നിശ്ചയിക്കാൻ പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓഫീസുകളിൽ നിന്ന് നമ്മളെ പേപ്പറുകളൊക്കെ ശരിയാകണം, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ ഒപ്പൊക്കെ പെട്ടെന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടും ഈ സൂറത്ത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് വലിയ ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് അതുപോലെ തന്നെ വിസയൊക്കെ പെട്ടെന്ന് അടിച്ചു കിട്ടണം, ആ ആവശ്യങ്ങൾക്കൊക്കെ ഈ സൂറത്ത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതുപോലെ ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ സൂറത്ത് ഓതി നമ്മൾക്ക് ആരുടെ അടുത്തേക്കും കയറി ചെല്ലാം, ഒരാളുടെ അടുക്കലേക്ക് പോകാൻ ഭയപ്പെടേണ്ടതില്ല. ഈ സൂറത്ത് നമ്മൾക്ക് കാവലുണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ഒരാളുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരാവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ സങ്കടപ്പെടുത്തി തിരിച്ചുകൂടൂല.
അവര് നമ്മളെ വിഷമിപ്പിച്ച് തിരിച്ചുവിടൂല. അത്രയും പവർ ഈ സൂറത്തിനുണ്ട്. അവര് നമ്മളെ ബഹുമാനിക്കും. അത് നമ്മളെ ശത്രു ആണെങ്കിൽ വരെ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നുള്ളതാണ് ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത. അള്ളാഹുവെ, ഈ സൂറത്ത്, ഞങ്ങൾ ഈ പറയാൻ പോകുന്ന സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ റാഹത്ത് നൽകണേ റഹ്മാനെ. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? സൂറത്തുൽ അലഖാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയിൽ ഇരുന്നപ്പോൾ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത സൂറത്താണ് സൂറത്തുൽ അലഖ് എന്ന് പറയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് തുടങ്ങിയ സൂറത്താണ് സൂറത്തുൽ അലഖ്. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് 3 പ്രാവശ്യം ഓതാൻ ഒരാളും മറക്കരുത്. ഓതിക്കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരുമെന്നുള്ളതാണ്. ഈ പവിത്രമായ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി തരട്ടെ. മക്കൾക്ക് അള്ളാഹു നല്ല ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഉള്ള സൂറത്തുകൾ ഓതുമ്പോ, അതല്ലെങ്കിൽ സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി നമ്മൾക്ക് ഉപകാരം ലഭിക്കണമെങ്കിൽ നമ്മളൊരു യഥാർത്ഥ മുസ്ലിം ആകണം എന്നുള്ളതാണ്. നമ്മളൊരു യഥാർത്ഥ സത്യവിശ്വാസിയാകണം. യഥാർത്ഥ സത്യവിശ്വാസിയാകാതെ നമുക്ക് ഖുർആൻ കൊണ്ടൊരു ഉപകാരം കിട്ടൂല. നമ്മൾ ചൊല്ലുന്ന ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഒരു ഉപകാരം കിട്ടൂല. സത്യവിശ്വാസിയാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മളൊരു യഥാർത്ഥ മുഅ്മിനാണ് എന്ന് എങ്ങനെ തിരിച്ചറിയും? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 4 അടയാളങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 4 അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം. നമ്മളിൽ ഈ 4 അടയാളങ്ങൾ ഇല്ലെങ്കിൽ, നമ്മളിൽ ഈ 4 അടയാളങ്ങൾ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടൂല. ഒന്നാമത്തെ അടയാളം അത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. പ്രവർത്തനത്തിലും ചിന്തയിലും വാക്കിലും അതുപോലെ തന്നെ നോട്ടത്തിലും എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. അള്ളാഹു ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അള്ളാഹു ഹലാലായ കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ നമ്മൾ പരിപൂർണ മുഅ്മിനാവുകയില്ല, പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല. അപ്പൊ തഖ്വ വളരെ പ്രധാനപ്പെട്ടതാണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ, മഹാന്മാര് പഠിപ്പിച്ചു. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം തഖ്വയാണ്. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണമെങ്കിൽ, ഖുർആൻ കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, സ്വലാത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, ദിക്ർ കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ തഖ്വ വളരെ പ്രധാനപ്പെട്ടതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളെ നോട്ടത്തിൽ വേണം, നമ്മളെ പ്രവർത്തനത്തിൽ വേണം, നമ്മളെ ചിന്തയിൽ വേണം, നമ്മളെ ജോലിയിൽ വേണം, നമ്മളെ വീട്ടിൽ വേണം, നമ്മളെ യാത്രയിൽ വേണം. ഇതൊക്കെ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, സത്യവിശ്വാസിയുടെ യഥാർത്ഥ മുഅ്മിനിന്റെ രണ്ടാമത്തെ അടയാളം അൽ ഹയാഉ. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം, നമ്മളെ ഭാര്യമാർക്ക് കൽപ്പിച്ചു കൊടുക്കണം, ഭർത്താക്കന്മാർക്ക് കൽപ്പിച്ചു കൊടുക്കണം, നമ്മളെ കുടുംബക്കാർക്ക് ഇത് കൽപ്പിച്ചു കൊടുക്കണം. ഒരു മുഅ്മിനിന്റെ രണ്ടാമത്തെ അടയാളം അൽ ഹയാഉ, ലജ്ജയാണ്. ലജ്ജ ഈമാനിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഇന്ന് ലജ്ജ നമ്മൾ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. നമ്മളെ ഓരോ മുസ്ലിമിന്റെയും വേഷത്തിന്റെ അവസ്ഥ എന്താണ്? വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ്? കുറെ ഉമ്മമാര് പർദ്ദയൊക്കെ ധരിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഷൈപ്പാക്കി കുലുങ്ങുന്നത് ഇങ്ങനെ കണ്ടുപോകും. അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇന്ന് നമ്മളെ സഹോദരിമാര് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പർദ്ദയ്ക്ക് തന്നെ ആയിരിക്കും, പക്ഷേ അവര് ഷൈപ്പാക്കൽ കൂടിയിട്ടുണ്ടാവും. ഇത് ലജ്ജ ഇല്ലാത്തതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സിന്റെ അവസ്ഥ എന്താണ്? ഏതൊക്കെ ഭാഗങ്ങളാണ് കാണുന്നത്? ഈ ഭാഗവും ഇവിടെയും എല്ലാ ഭാഗവും കാണുകയാണ്. മാറുപോലും മറക്കാത്ത എത്ര മുസ്ലിം പെൺകുട്ടികളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കോളേജുകളിലൊക്കെ കുട്ടികൾ, ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഒന്ന് പരിശോധിച്ചു നോക്കി. ലജ്ജയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിന്ന് ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിക്കളയുന്നത്. ഖുർആനിൽ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ലജ്ജ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ലജ്ജ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. വാക്കുകൾ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ ലജ്ജയില്ലാത്ത വാക്കുകൾ പറയാൻ പാടില്ല. ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലജ്ജയില്ലാത്ത വേഷങ്ങൾ, വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാൻ പാടില്ല. നമ്മളെ മക്കളെ നമ്മൾ ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ചില ഉമ്മമാര് പറയും, ഞങ്ങൾ ഒരുപാട് മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് മജ്ലിസുൻ നൂറിന് പങ്കെടുത്തു, അതുപോലെ തന്നെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ പങ്കെടുത്തു, എന്തായിരിക്കും അവരുടെ ഡ്രസ്സിന്റെ അവസ്ഥ, എന്തായിരിക്കും അവരുടെ പർദ്ദയുടെ ഒക്കെ അവസ്ഥ എന്താണ്, ആ ഷെയ്പ്പാക്കുന്നതിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആ രൂപത്തിലൊന്നും വസ്ത്രം ഷെയ്പ്പാക്കരുത്. ശരീരം എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കറാഹത്താണെന്നല്ലേ പറഞ്ഞത്. അതിന് അന്യ പുരുഷന്മാർ ഹറാമിലേക്ക് പോകുമെങ്കിൽ അങ്ങനത്തെ വസ്ത്രം നമ്മൾ ധരിക്കാൻ പാടില്ല, അത് തെറ്റാണ് ഇസ്ലാമിൽ. അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച വേഷവിധാനങ്ങൾ ഉണ്ടായിരിക്കുക, ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മൂന്നാമത്തെ അടയാളം അശ്ശുക്റു എന്നുള്ളതാണ്, നന്ദി ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യുക. പടച്ച തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയൂല. അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് തന്നിട്ട്, നമ്മളെ കണ്ണ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കണ്ണ് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. കണ്ണില്ലാത്ത എത്ര ആളുകളുണ്ട്. നമ്മളെ കയ്യ് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യണം, അൽഹംദുലില്ലാ പറയണം, നിസ്കരിക്കണം, അള്ളാഹുവിന് ദിക്ർ ചെല്ലണം, അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇന്ന് നമുക്ക് നിസ്കരിക്കാൻ സമയമില്ല, ദിക്ർ ചെല്ലാൻ സമയമില്ല, സ്വലാത്ത് ചെല്ലാൻ സമയമില്ല. ചില ആളുകളൊക്കെ സ്വലാത്ത് മജ്ലിസിനെ ഇപ്പൊ എതിർക്കുകയാണ്. എന്തിനാണ് ഇപ്പൊ ഓൺലൈൻ മജ്ലിസൊക്കെ, അതൊക്കെ തെറ്റാണ്, അതൊക്കെ കുറ്റാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ പ്രഭാഷകന്മാർ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള മജ്ലിസ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ സ്ത്രീകള് സിനിമ നിർത്തിയിട്ടുണ്ട്, സീരിയൽ നിർത്തിയിട്ടുണ്ട്, ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ ദിക്ർ മജ്ലിസിൽ പങ്കെടുക്കുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്ത്രീകള് പുറത്തിറങ്ങി നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതല്ലേ അവരുടെ വീടിന്റെ ഉള്ളിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യൽ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്താ? വബുയൂതുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളാണ് ഉത്തമം എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ജുമാക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ജുമാക്ക് പോകാൻ പാടില്ല, സ്ത്രീകൾക്ക് ജുമാ ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. അപ്പൊ സ്ത്രീകൾ വീടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള മജ്ലിസിൽ പങ്കെടുക്കുന്നത് എന്തിനാണ് എതിർക്കുന്നത്? എന്താണ് അതിന്റെ റീസൺ? വാട്ട് ഈസ് ദ കാരണം? ഒരു കാരണമല്ല, വെറുതെ എതിർക്കന്നെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഓഫ്ലൈൻ മജ്ലിസിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല, അപ്പൊ പ്രവാചകന്മാർക്ക് പിരിക്കാൻ പറ്റുന്നില്ല, പിരിവൊക്കെ കമ്മിയായിട്ടുണ്ട്. അത് എല്ലാ കഥകളും കള്ള ഹദീസുകളും അതുപോലെ തന്നെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് കരയിപ്പിച്ച് ഉമ്മമാരുടെ അടുക്കൽ നിന്ന് പ്രവാചകന്മാർക്ക് സ്വർണം വാങ്ങാൻ പറ്റുന്നില്ല, അതുപോലെയുള്ള ആ പിരിവൊന്നും നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരിങ്ങനെ നിരന്തരമായി അതിനെ എതിർക്കുകയാണ്. ഇതിനെ എതിർക്കാൻ ഇസ്ലാമിൽ എന്താണ് തെളിവ്? ആ തെളിവ് അവർ പറയുന്നില്ല. ഖുർആൻ പറഞ്ഞിക്കണോ? തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഹദീസിലുണ്ടോ? ഇല്ല. ഒരൊറ്റ ഫുഖഹാക്കളും ഒരൊറ്റ ഇമാമിയങ്ങളും പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനത്തെ മജ്‌ലിസുകൾ തെറ്റാണെന്നുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്ന വല്ല കാര്യങ്ങളും പറഞ്ഞിക്കണോ? അതും പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓഫ്ലൈനിനെ കുറിച്ച് അത് തെറ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ ഓഫ്ലൈനിനെ കുറിച്ചല്ല. എത്ര സ്ത്രീകളാണ് ഓഫ്ലൈനിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങാടികളോട് തെണ്ടി നടക്കുന്നത്? അന്യ സ്ത്രീ പുരുഷന്മാര് കൂടിക്കലരുന്നില്ലേ? അതൊക്കെ തെറ്റല്ലേ? അതൊന്നും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഈ ഓൺലൈൻ മജ്‌ലിസ് വന്നപ്പോ ഒരുപാട് ഉമ്മമാര് അവരുടെ വീടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, മുറ്റടിച്ചു വാരുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, തുടക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലുന്നു, അടുക്കളയിലാകുമ്പോഴും ദിക്റും സ്വലാത്തും. പഴയ കാലത്തൊക്കെ അടുക്കളയിരുന്നിട്ട് അയൽവാസിയുടെ കുറ്റം പറയുന്നു, ഇപ്പൊ അതൊക്കെ ഒഴിവായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇളയച്ചും മൂത്തച്ചും പരസ്പരം കുറ്റം പറയുന്നു, അമ്മായിമാരുടെ കുറ്റം പറയുന്നു, അതൊക്കെ ഒന്ന് ഒഴിവായിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് ദിക്റിലായി അടുക്കളയിൽ നിന്ന് സ്വലാത്ത് എല്ലാം പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞുകൂടോ? ഏതെങ്കിലും ഇമാമിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദാറുൽ മുബീൻ മജ്‌ലിസ് അന്ന് ഞാൻ നിർത്തും. ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞുകൂടോ ഓൺലൈൻ മജ്‌ലിസ് പാടില്ല, അതല്ലെങ്കിൽ അടിച്ചു വാരുമ്പോൾ ദിക്ർ ചെല്ലാൻ പറ്റൂല, ഓൺലൈൻ മജ്‌ലിസിൽ ദിക്റുകളും സലാത്തുകളും ചെല്ലിപ്പിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഇമാമ് പറഞ്ഞുകൂടോ? റസൂലുള്ളാഹിന്റെ ഏതെങ്കിലും ഹദീസിന്റെ ഒരു ഭാഗത്തുണ്ടോ? ഏതെങ്കിലും ഇമാമിന്റെ ഒരു കിതാബിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു മൂലയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അന്ന് ഈ മജ്‌ലിസ് നിർത്തും. അതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ ദാറുൽ മുബീൻ രാവിലെ നടക്കുന്ന മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഒരാൾ നമ്മൾക്കൊരു ഗുണം ചെയ്താൽ അള്ളാഹ്ക്ക് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നന്ദി ചെയ്യണം, ഭാര്യ ഭർത്താവിന് നന്ദി ചെയ്യണം, ഭർത്താവ് ഭാര്യക്ക് നന്ദി ചെയ്യണം, മക്കൾ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം, വെല്ലുപ്പാക്ക് വെല്ലുമ്മാക്ക് നന്ദി ചെയ്യണം, അയൽവാസികൾക്ക് നന്ദി ചെയ്യണം, കുടുംബക്കാർക്ക് നന്ദി ചെയ്യണം. ഇതൊക്കെ ഒരു മുഅ്മിനായ ഒരു സത്യവിശ്വാസി
സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഈ സ്വഭാവം അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്ന സ്വഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ യഥാർത്ഥ മുഅ്മിനല്ല. അവനക്ക് ഖുർആൻ കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവൂല, അവനക്ക് ദിക്ർ കൊണ്ടൊന്നും ഒരു ഉപകാരം കിട്ടൂല, ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാലാമത്തെ അടയാളം അസ്സബ്റു, അത് ക്ഷമയാണ് കേട്ടോ. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, മുഹമ്മദ് മുസ്തഫ. ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. ഇത് ദുനിയാവാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകും, കടങ്ങൾ ഉണ്ടാകും, ആക്സിഡന്റുകൾ ഉണ്ടാകും, മഴയുണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, ഭൂമി കുലുക്കം ഉണ്ടാകും. ഇവിടെ പലതും ഈ ദുനിയാവിൽ സംഭവിക്കും. ഇതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല, ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ അതൊക്കെ ക്ഷമിച്ച് ഈമാനോടെ ജീവിക്കുക. അമ്പിയാക്കളൊക്കെ എത്രയാണ് ക്ഷമിച്ചത്, അവർക്കൊക്കെ എത്ര പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, എത്ര രോഗങ്ങൾ വന്ന അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരില്ലേ, നാട്ടിലെ ജനങ്ങള് വെറുപ്പിച്ചുകൊണ്ട് നാട് വിടേണ്ടി വന്ന പ്രവാചകന്മാരില്ലേ, അതുപോലെ തന്നെ രോഗം കാരണം കാല് മുറിച്ച സഹാബിമാരില്ലേ, ഔലിയാക്കളില്ലേ, മഹാന്മാരില്ലേ. അപ്പൊ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അതിന്റെ മേൽ ക്ഷമിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളത്തിൽ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി ജീവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, റാഹത്തുള്ള ജീവിതം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ അല്ലാ, കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.